നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ 9 അവസ്ഥകളെ പറ്റിയിട്ടാണ്. ഗ്രഹങ്ങൾക്ക് 9 അവസ്ഥകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഉച്ചം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം, മൂലക്ഷേത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഗ്രഹങ്ങളുടെ അവസ്ഥാഭേദങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ശുക്രദശ കിട്ടി, ആ ശുക്രദശ കിട്ടിയിട്ടും ഗുണമൊന്നും കാണാനില്ല, ശുക്രൻ്റെ ഗുണമൊന്നും കാണാനില്ല, അല്ലെങ്കിൽ വ്യാഴാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ശനിദശ വന്നു, പ്രത്യേകിച്ച് വലിയ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല, ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദശാഫലങ്ങൾ എന്ന് മാത്രമല്ല, ദശാഫലങ്ങളാണെങ്കിലും അപഹാരഫലങ്ങളാണെങ്കിലും ചാരഫലങ്ങളാണെങ്കിലും ഗ്രഹം എന്തവസ്ഥയിലാണ് ആ ഗ്രഹം നിൽക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആളുകൾ പറയാറില്ലേ, ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് എന്നും ദൈന്യതയാണ്, എന്നും ദീനതയാണ് ഉള്ളത്. ചിലപ്പോൾ ആ വ്യക്തിയുടെ ലഗ്നാധിപതി ആയിരിക്കുന്ന ഗ്രഹം വല്ല ഖലാവസ്ഥയിലോ ദീനാവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 9 അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. അപ്പോൾ നമുക്ക് നോക്കാം. സ്വച്ഛസ്ത ഖേജരോ ദീപ്ത സ്വസ്ഥ സ്വച്ഛാദിമിത്രഭേ മുദിതോ മിത്രശേ ശാന്ത സമഭേദീന ഉച്യതേ ശത്രുഭേ ദുഃഖിതോ ദേവ വികലപാപസംയുത ഖലഗ്രഹജ്ഞേയ കോപീസ്യ അർക്കസംയുത. ഇതാണ് 9 അവസ്ഥകളുടെ പ്രമാണം. പ്രമാണം കേൾക്കാൻ ഇഷ്ടമല്ലാത്തവർ അത് മാറിയിട്ട് ബാക്കിയുള്ളത് കേൾക്കുക. കാരണം അത് ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പ്രമാണം പറയണത്. പ്രമാണം പറയാണ്ട് ജ്യോത്സ്യം പറഞ്ഞ കുറേ ആൾക്കാരുടെ അവസ്ഥ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. അതൊന്നും പഠിക്കാതെ ഫലങ്ങൾ പറയരുത്, പഠിച്ചിട്ടേ പറയാവൂ. അതിന് പ്രമാണം ഉണ്ടാവണം, എന്നാലേ അത് ശാസ്ത്രമാവുള്ളൂ. വിദ്വാൻമാരുടെ ഇടയിൽ കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. അവർ അംഗീകരിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് പ്രമാണം ഉണ്ടോ ചോദിക്കും. അതെന്താ ഗ്രന്ഥം, ഏതാ ഗ്രന്ഥം എന്നൊക്കെ അത് ഓരോ വിദ്യാർത്ഥികളും അന്വേഷണത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഈ അന്വേഷണത്തിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. അതാണ് അന്വേഷിക്കാൻ പറയുന്നത്. എപ്പോഴും ജ്യോതിഷം പഠിക്കുന്ന ആൾക്ക് ഇതിങ്ങനെ ഉരുട്ടിക്കയറ്റി അങ്ങനെ ക്യാപ്സൂൾ കൊടുത്താൽ പോരാ, അന്വേഷണം ഉണ്ടാവണം, ധാരാളം വായന ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ദൈവജ്ഞനാവാൻ പറ്റൂ. ഈ ലോകത്തിൽ എന്തിനെ പറ്റിയിട്ടാണെങ്കിലും ചോദിച്ചാൽ പറയാൻ സാധിക്കണം. അവനവൻ്റെ അറിവിനനുസരിച്ച് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ആണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ലോകത്തിലെ എല്ലാ കാര്യവും ചിലപ്പോൾ എല്ലാവർക്കും നിശ്ചയമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തികഞ്ഞവരാരും ഉണ്ടാവില്ല. നമ്മൾ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മൾ വിഷയത്തിലേക്ക് വരാം. ഇതിൻ്റെ പരിഭാഷ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഉച്ചസ്ഥേ ഖേജരോ ദീപ്ത. ഒരു ഗ്രഹം ഉച്ചരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഗ്രഹം ദീപ്തനാകുന്നു. ദീപ്താവസ്ഥ എന്ന് പറയും. ഇനി ദീപ്താവസ്ഥയുടെയൊക്കെ ഫലങ്ങൾ നമ്മൾ പറയും. ഞാൻ ഇടയ്ക്ക് 1-2 പറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട്. പിന്നീട് അത് ഞാൻ തന്നെ വിട്ടുപോയി അത് കണ്ടിന്യൂ ചെയ്യാൻ. ഇതിൽ കിടക്കുന്നുണ്ടാവും, നമ്മളെ വീഡിയോയിൽ കിടക്കുന്നുണ്ടാവും. എന്നിരുന്നാലും ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദീപ്തനാണെന്ന് മനസ്സിലാക്കണം. പരമ ഉച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം സ്വസ്ഥനാണ്, അല്ലേ? ഉച്ചത്തിനേക്കാൾ കൂടുതലാണ് പരമോച്ചം. അപ്പോൾ സ്വച്ഛതോ അതിമിത്രഭേ. അതിമിത്രക്ഷേത്രത്തിൽ, അതിബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മുദിതനാകുന്നു. മിത്രവേ മുദിതോ എന്നാണ്. അതായത് ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം, അതിബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മുദിതനാകുന്നു. പരമോച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം സ്വസ്ഥനാകുന്നു. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദീപ്തനാകുന്നു. ദീപ്താവസ്ഥയാണ് കേട്ടോ ഏറ്റവും ടോപ്പ്. അതേപോലെ തന്നെ പരമോച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹവും നല്ല ഫലം ചെയ്യും. ഉച്ചത്തിനേക്കാൾ കൂടുതലാണ് പരമോച്ചം. അപ്പോൾ ഇത് രണ്ടും നല്ല കാറ്റഗറിയാണ്. എന്താ സ്വസ്ഥാവസ്ഥ നമ്മൾ പറയില്ല, ഞാനിപ്പോൾ സ്വസ്ഥനാണ് വെച്ചാൽ വേറെ ടെൻഷനൊന്നുമില്ല, അതാണ് സ്വസ്ഥനാണ്. അതിബന്ധുക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മുദിതാവസ്ഥയും നന്നായി. ബന്ധുരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ശാന്തനാകുന്നു. ഇതൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരും. ബന്ധുരാശിയിൽ വരുമ്പോൾ പിന്നെയും ബലം കുറയും. സമരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദീനനാകുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ഗ്രഹത്തിൻ്റെ ബലം കുറവാണ്. സമരാശി മുതൽ ഗ്രഹങ്ങളുടെ ബലം കുറവായിട്ട് വരും. അതാണ് ദീനനാകുന്നു. ദൈന്യനാവും. ഇപ്പോൾ ഒരാളുടെ ലഗ്നാധിപതി ആയിരിക്കുന്ന ഗ്രഹം സമരാശിയിലാണ്, ഗ്രഹത്തിൻ്റെ സമരാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഗ്രഹങ്ങൾക്ക് ബന്ധുക്കൾ, ശത്രുക്കൾ ഒക്കെ ഉണ്ട്. മനുഷ്യന്മാരെ പോലെ തന്നെയാണ്, മൃഗങ്ങളെ പോലെ തന്നെയൊക്കെയാണ് അവർക്ക് ബന്ധുക്കളും ശത്രുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് ദൈവത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അപ്പോൾ നിങ്ങൾ ജാതകമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊരു
ദൈവജ്ഞനെ കാണുമ്പോൾ എൻ്റെ ലഗ്നാധിപൻ അതിൻ്റെ അവസ്ഥാഫലം എന്താ ഒന്ന് പറഞ്ഞുതരുമോ എന്ന് പറയാം, ദൈവജ്ഞനോട് പറയാം. അറിയുന്നതാണെങ്കിൽ പറഞ്ഞു തരുന്നുണ്ടാവും. അറിയാത്ത ആൾക്കത് പറയാൻ പറ്റില്ല. അപ്പോൾ ദീനാവസ്ഥയിലാണ്. സമരാശിയിൽ നിൽക്കുമ്പോൾ ദീനാവസ്ഥയിൽ. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ദുഃഖിതനാകുന്നു. ഇപ്പോൾ ഒരാളുടെ ഗ്രഹം ലഗ്നം ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ലഗ്നാധിപൻ ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് എന്നും ദുഃഖം ഉണ്ടാവുമെന്ന് നമുക്ക് നിസ്സംശയേന പറയാം. പാപനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം വികലനാകുന്നു. ശത്രുഭേ ദുഃഖിതോതീവ. വികല പാപസംയുത. ഒരു ശുഭഗ്രഹം ഒരു പാപഗ്രഹത്തിനോട് ചേർന്ന് നിന്നാൽ അതിൻ്റെ അവസ്ഥ വികലത്വമാകുന്നു, വൈകല്യമുണ്ടാകുന്നു എന്നർത്ഥം. പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഖലനാകുന്നു. പാപക്ഷേത്രം എന്ന് പറയുമ്പോൾ മേടം രാശി, വൃശ്ചികം രാശി, അതേപോലെ തന്നെ മകരം, കുംഭം രാശികൾ, ചിങ്ങം രാശി, ഇതൊക്കെ പാപക്ഷേത്രങ്ങളാണ്. അപ്പോൾ അവിടേക്ക് നിൽക്കുന്ന ഗ്രഹം എന്താ പറയുന്നത്, ഖലനാകുന്നു. സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം കോപിയാകുന്നു. അല്ലേ, സൂര്യൻ മൗഢ്യം കൊടുക്കുക, അല്ലേ, മൗഢ്യം കൊടുക്കുന്ന ഗ്രഹം സൂര്യനാണ്. ഗ്രഹങ്ങളുടെ തേജസ് നഷ്ടപ്പെടുത്തുന്ന ആളാണ്. അപ്പോൾ സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം എന്താണ്, കോപിയാകുന്നു. അപ്പോൾ ഇങ്ങനെ 9 അവസ്ഥകളുണ്ട്. ഞാൻ പെട്ടെന്ന് ഒന്നുകൂടിയും പറയാം. ഉച്ചരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദീപ്തനാകുന്നു. പരമോച്ചത്തിൽ നിൽക്കുന്ന ഗ്രഹം സ്വസ്ഥനാകുന്നു. അതിബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മുദിതനാകുന്നു. ബന്ധുരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ശാന്തനാകുന്നു. സമരാശിയിൽ നിൽക്കുന്ന ഗ്രഹം ദീനനാകുന്നു. ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ദുഃഖിതനാകുന്നു. പാപനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം വികലനാകുന്നു. പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഖലനാകുന്നു, അഥവാ പാപം തന്നെയാകുന്നു എന്നർത്ഥം. ആദിത്യക്ഷേത്രത്തിൽ സൂര്യനോട് ചേർന്ന് നിൽക്കുന്ന ഗ്രഹം കോപിയാകുന്നു. ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ 9 അവസ്ഥകൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ദീപ്തഗ്രഹത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് പറയാം. അതേപോലെ തന്നെ സ്വസ്ഥനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ഫലം എന്താണെന്ന് പറയാം. ബന്ധുക്ഷേത്രത്തിൽ നിൽക്കുന്ന ഗ്രഹം മുദിതനാകുമെന്ന് പറയുമ്പോൾ മുദിത ഗ്രഹത്തിൻ്റെ ഫലം എന്താണെന്നുള്ളത് പറയാം. ചിലതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ആദ്യമേ പറയേണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തപ്പി നോക്കിക്കോളൂ. ഇത് എന്തായാലും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് പറഞ്ഞു പോകാം. ഇത് പുതിയൊരു വിഷയമാണ്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ശിഷ്യന്മാർക്ക് ഉപദേശിച്ചപ്പോൾ ഈ ടോപ്പിക്ക് അടുത്തത്. അപ്പോൾ അതെന്നെ പ്രേക്ഷകരോടും പറയാമെന്ന് ധരിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. പിന്നെ നമുക്കൊരു സെക്കൻഡ് ചാനലുണ്ട് കേട്ടോ, പ്രമോദ് പണിക്കർ ടോക്സ്, ആസ്ട്രോമീഡിയ 20 പ്രമോദ് പണിക്കർ ടോക്സ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം ഇതിൽ കിട്ടാത്തത് ചിലപ്പോൾ ആ ചാനലിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചില ആൾക്കാർ ചാനൽ കാണാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് സെക്കൻഡ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞാൽ ഇതേ വീഡിയോ തന്നെ അതിൽ പോസ്റ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ നമുക്ക് അത് കേൾക്കാനും കാണാനൊക്കെ പറ്റും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ചാനലിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കാം. ഇതൊക്കെ ചെയ്തോളൂ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം.